എന്ത് വന്നാലും ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. ഞാൻ ചത്തുകളയും. ചാക്കോയുടെ കണ്ണുകൾ ഇടുങ്ങി. അയാളുടെ കൈ ബെൽറ്റിൽ പിടിമുറുകി. ഭയവും നിസ്സഹായതയും കൊണ്ട് തളർന്ന സ്വരത്തിൽ മറിയാമ്മ പറഞ്ഞു, ഇങ്ങനെ വാശി പിടിക്കല്ലേ കുഞ്ഞ്, ഞാൻ ചത്തുകളയും. ജെസ്സി വീണ്ടും പറഞ്ഞു, നിങ്ങൾ നല്ല മണം ചേച്ചി. നീ പോയ പൊടിയനെ മണപ്പിച്ചു നോക്കടി. പൊടിയാണ് എപ്പോഴും ബീഡി നാറ്റ. അമ്മനെ എന്നെ ബീഡി മണക്കൂ. നീ എന്നെ എന്തെങ്കിലും പരിശോധിച്ച് നോക്ക്. ഓ എനിക്കൊന്നുമില്ല, ഞാൻ പോയി നോക്കുവേ, പിന്നെ ഒന്നും പറയില്ലേ. ബാക്കി അങ്ങോട്ട് വായിക്കണ്ടേ. അതേ നിമിഷം തന്നെ ബെൽറ്റ് അന്തരീക്ഷത്തിൽ പുളഞ്ഞു. എൻ്റെ അമ്മച്ചിയെ ജെസ്സി നിലവിളിച്ചു. ദാണ്ട വന്നടി. പക്ഷെ കുറച്ചുകൂടെ ഉള്ളു. നീ കൊണ്ടുപോയിക്കോ, നാളെ തന്നെ ഇങ്ങ് തന്നേക്കണം. ഞാൻ പോണു. കരിപ്പോട്ടി യവക്ക് വെട്ടം വിളിച്ചൊന്നും വേണ്ടേടി. ഓ ആ കിരട്ടത്ത് കിടന്നല്ല പരിചയല്ലേ. അവസാനം വെട്ടത്തിറങ്ങി കിടക്കാൻ പറ്റാതാവില്ല. മൊത്തത്തിലൊരു വെട്ടം. വാ. നീ പേടിച്ചില്ലേ? പേടിച്ചില്ലേ? പേടിച്ചില്ല. പേടിക്കാൻ ഞാൻ ഇവിടെ നീ അല്ലാതെ ആര് വരാനാണ്? അത് അമ്മണി എൻ്റെ പറയടുത്ത്. ഒരമ്മണിയാണ്. വാ. നിർത്താതിരി. അത്ര സൂചിച്ചാൽ മതി. കുറച്ചുകൂടെ പാടുവണ്ണേ അങ്ങോട്ട്. ഇനി പാടിയ ഗന്ധർവം വരും. എന്നെക്കാരും വലിയ ഗന്ധർവനോ? കള്ളപ്പുടിയ ചിരി അങ്ങോട്ട് ഇട്ടാണ്. ഏത് ആ പാട്ടിനിടയിലുള്ള ചിരിയില്ലേ, എന്നിട്ടാണ് കുറച്ചുകൂടെ അങ്ങോട്ട് ചിരി. ജാനകിയുടെ തന്നെ. ഈ പടത്തെ ചിരിച്ചോണ്ടിരിക്കുന്ന ജാനകിയുടെ പടം വരയ്ക്കണം. പിന്നെ യേശുദാസിന്റെ പടം വരയ്ക്കണം. പിന്നെ തങ്കമണി കാസറ്റ്സ് ആൻഡ് മ്യൂസിക്സ് എന്ന് മുട്ടനായിട്ട് എഴുതണം. അയ്യേ തങ്കമണി ആന്തരണ എന്റെ പേരാടാ, എന്റെ ഒരു വാശിയാ. എന്റെ പേരിൽ ഒരു കാസറ്റ് കട. ആന്തര വാശി. ഇവളെ അനിയത്തിയുടെ ഭർത്താവ് പേർഷ്യന്നൊരു ടേപ്പ് റെക്കോർഡർ കൊണ്ടുവന്നു. അതിൽ ഇവളൊന്ന് തൊട്ട്. അപ്പൊ ഇവളെ അനിയത്തി പറയാണ്, നീ ഇതിൽ തൊടല് പാട്ട് മോശമായി പോകും. ആരെ പാട്ടെണ്ണ? യേശുദാസിന്റെ പാട്ട്. നിനക്ക് വരയ്ക്കറിയോടാ? വരയ്ക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ നാട്ടുകാർക്ക് തോന്നണം നീ വരയ്ക്കുന്നത് ജാനകി യേശുദാസുമാണ്. അതെന്തൊരു വർത്താനമാണോ അവര് പറഞ്ഞത്? ഈ നാട്ടിലെ ചോരായ ചോര മുഴുവൻ ഞാൻ തന്നെ വരച്ചു കുറിച്ചിരുന്നത്. എന്റെ വര നിങ്ങൾ കണ്ടിട്ടുള്ളല്ലോ. അവളൊരു തമാശ പറഞ്ഞല്ലേ, നീ വിറേ. നീ വരയ്ക്കുന്നതിന് മുമ്പ് എന്റെ കാശ് വാങ്ങി. ഈ നാട്ടിലെല്ലാം കാണുമോ? എന്റെ അപ്പന്റെ പേരെ പനിപ്പിള്ളേന്നാണ്. അണ്ണൻ പറഞ്ഞതിന് ഒരു ദിവസം മുമ്പ് ഈ ചോറിൽ വരച്ച് കളറോ അടിച്ചിട്ട് വരും ഞാൻ. അതുപോലെ സംഭവം എന്താണെന്ന് അറിയാമോ? എനിക്ക് ആണ്ട് പിറപ്പിന് മുമ്പേ കട തുറക്കണം. അണ്ണൻ തുറയണ. അണ്ണന്റെ ചോര അണ്ണന്റെ കട. അണ്ണൻ തുറ. ഈ കോട്ടപ്പള്ളി പണിക്കരാണ് സമയം കുറിച്ച് തന്നിരിക്കുന്നത്. അങ്ങേര് പറഞ്ഞ എന്തിനാണെന്ന് അറിയോ? എനിക്ക് ധൂമകേതു കടരാജ യോഗോന്നാണ്. എന്തിനാണ്? ഈ 75 വർഷത്തിലൊരിക്കൽ ഒരാൾക്ക് മാത്രം കിട്ടുന്നൊരു യോഗം. കട തുടങ്ങിയ ഇപ്പൊ വെച്ചടി തയ്യാറം കേട്ടാ. സത്യല്ലേ? എനിക്കൊന്നും വേണ്ട.
മിനിമോളെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് കേൾക്കണ്ട. മിനിമോളെ 8-ന്റെ മുമ്പ് എത്തണം. നീ എവിടെ പോണ്? വർക്കല വരെ. SK പോയാണ്. ഇല്ല, ഇപ്പൊ വരും. ആചാരവടി വർദ്ധിപ്പിക്കാൻ ആകർഷകമായ കണ്ണുകൾക്ക് നാടിഞരമ്പുകളുടെ ഉദ്ദീപനത്തിന് വർക്കലയാണോ പോണെങ്കിൽ വരാൻ താമസിക്കുമല്ലോ ഉള്ളേ. വിളക്ക് കത്തിക്കുന്നേ പനിപ്പിള്ള കരയിലുണ്ട്, അവൻ എത്തിച്ചോളൂ. പിള്ളേച്ച ചുണ്ണാമ്പങ്ങട് ചുണ്ണാമ്പ് ഇതായിരിക്കുന്നുണ്ടേ. അണ്ണൻ ഇത് എങ്ങോട്ട് പോണത്? ഞാൻ അങ്ങോട്ട് പോയാൽ നിനക്കെന്തിരി? ഓ, അണ്ണൻ എന്നോട് എപ്പോഴും അങ്ങ് ദേഷ്യം. പക്ഷെ ഉള്ളിൽ തോന്നി ഇഷ്ടമുണ്ട് കേട്ടാ, എനിക്കറിയാം. അവൻ്റെ കൂടെ ഉടക്കാൻ നിൽക്കാതെ നീ പാടുപോക്കി പോകുന്നു. അണ്ണനൊരു വാക്ക് മൂളിയാ മതി, പിന്നെ ഒരുത്തരും ഞാൻ എടുപ്പിക്കൂല. ഇപ്രാവശ്യം എന്തിനാണ് എന്തിനാണ് എന്തിനാ പറയണ? ആനക്കൊമ്പണ്ണ, കാട്ടൂത്തിന്റെ തൊലി, മ്ലാവിന്റെ തല, പാക്കാന്ത. അല്ലെങ്കിലും തലയ്ക്ക് വെളിവില്ലാത്തവനൊക്കെ ഗവൺമെന്റ് ഉദ്യോഗം കൊടുത്തവനെ അടിക്കണം. അതവൻ്റെ തന്ത ചത്ത വഴിക്ക് കിട്ടിയ പണിയല്ലേ. ഓരോ തവണ ഇവൻ വരുമ്പോഴൊക്കെ എന്തിൻ്റെങ്കിലും തൊലിയോ മുള്ളോ ഒക്കെ ഉണ്ടാകും. ജീവനോടൊരു മുള്ളം പന്നിയെ കൊണ്ടുവരുന്ന ആരെങ്കിലും കരുതിയോ? വേറെ മരുന്നൊന്നും വേണ്ട, സ്വല്പ വേദനയാണ്, അതിട്ട് കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും. എടാ ബാക്കി ഉഷ വന്നിട്ട് പോയാ? ഉഷ വന്നില്ല, വാസന്തി വന്നു. അതുകൊണ്ട് എനിക്കെന്തിരിക്കണം? അവസാനമായി നിന്നെ കളഞ്ഞിട്ട് പോകൂടി. പൊടിയാണന എന്നെയാ തിരി പുളിക്കും. അമ്മയുടെ അടുത്ത് പറയല്ലേ, എത്ര വൈകും. ആരേത്? അമ്മയാണ്. കഴിവറ പോലെ എന്റെ വീട്ടിൽ കയറി തന്നെ കാണിക്കുന്നോ? കുറച്ചുകൂടെ കാത്തിരിക്കാൻ വേണ്ട കഴപ്പല്ലടാ നിനക്ക്. നിന്റെ അമ്മേരെ നായര് ചേട്ടത്തിനെ കാണിക്കണ വീട്ടിൽ പോയി കാണിക്കണ.
അവക്കവന്റെ മറ്റവനൂടെ കടി തീർക്കാൻ വേറെ സ്ഥലമൊന്നും കണ്ടില്ല. നേരെ നോക്കട്ടെ, രണ്ടിനെ മുട്ടുകാലിലൂടെ ഞാൻ അണ്ണോ അത് തേറി പൊരിയണ്ണ. രാത്രി വെറുതെ നാട്ടുകാരെയൊക്കെ അറിയിച്ചു. അറിയട്ടെ, നാട്ടുകാർ മൊത്തം അറിയട്ടെ. തരവഴിത്തരം കാണിക്കറിയിരിക്കും പിന്നെ കഴിവറ മോൻ. അണ്ണ ഇനി വന്നാണ് ഞാൻ പറയണേക്ക്. എന്തിനാ വെറുതെ പിള്ളേർക്ക് നാണക്കേടുണ്ടാക്കാതെ ചുമ്മാ അകത്തേറി കിടന്നാണ്. നാണക്കേട് ഉണ്ടാക്കണത് ചെയ്യുമ്പോ ആലോചിക്കണം. കേറിപ്പോ. അതിപ്പോ വീട്ടുകാരെ പറഞ്ഞാ മതിയല്ലോ. നേരത്തെ കാലത്തും കെട്ടിച്ചുവിട്ടിരുന്നെങ്കിൽ ഈ കുഴപ്പമല്ലതും ഇതിപ്പോ നേരവും കാലവും വേലി ചാടുന്ന പശുവിനെ കടവല് കളഞ്ഞാൽ ഇവിടെ നിന്നങ്ങോട്ടാ പ്രശ്നങ്ങളുടെ ശരിക്കുള്ള തുടക്കം. അഞ്ചുതെങ്കിലൊരു വാർത്ത വന്ന് പരക്കുന്നത് പെരുങ്കോൾ കൊണ്ട കടലിൽ തിര വന്ന് മറിയുന്നത് പോലെ. സംഗതി ബീഡിത്തുമ്പേന്ന് ബീഡിത്തുമ്പയിലോട്ട് കയറി നിരത്തിണ്ണേലും കടത്തിണ്ണേലും എന്ന് വേണ്ട നാട് മുഴുവൻ പരന്നു. എടോ ചെല്ലപ്പൻ പിള്ളേ, ആരും ഇല്ല ഇവിടെ? അകത്ത് കയറി ഒളിച്ചിരിക്കുവാന്നോ? അച്ഛൻ കിടക്കാണ്. നീ കിടത്തിയെന്ന് പറ. വന്ന് നാട്ടിലിറങ്ങി നടക്കാൻ വയ്യാതെയായി. ഓ, ഇറങ്ങി നടക്കാൻ വയ്യാത്തോണ്ടാണല്ലേ ഇവിടെ വരെ വന്ന. എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. നീ നിന്റെ തന്തയെ വിളിക്കടി. എന്തരോ അമ്മ വന്നാലേ എന്നൊരു വിശേഷം പറിച്ചില്. ഓ, വിശേഷത്തിനാണോ ഒരു കുറവ്? കുടുംബത്തിലോരോ കുരുത്തം കെട്ടവന്മാരുണ്ടായോണ്ടല്ലോ. ഓ, അതിപ്പോ അവൾ അവന്റെ കൂടെ പൊറുക്കുള്ളൂ എന്ന് പറഞ്ഞല്ലേ. ഇത്തി നേരത്തെ അവൻ വന്ന് ഉപ്പ് നോക്കാൻ വന്നിട്ട് പോയി. അത്രയല്ലേ ഉള്ളു. അനി നാട്ടുകാരിടന്ന് തുള്ളണ എന്തേരിന്? ഉപ്പ് നോക്കാനാ? മാമ അകത്തേറിയിരുന്നാണ്. മാമ ഞാൻ പറയണ ഏക്ക്. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയില്ലേ. പിണക്കമൊക്കെ മാറ്റിയിട്ട് നിങ്ങളെല്ലാരും കൂടെ അങ്ങോട്ടൊന്ന് ചെല്ല്. പൊടിയന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ സംസാരിക്കാൻ ഞാനും അണ്ണൻ്റെ കൂടെ പറയാം. വാസന്തിയുടെ അച്ഛന് പ്രയാസമാണെങ്കിൽ മാമന് പോവല്ല. മാമനാവുമ്പോ ഒരു നയമൊക്കെ ഉണ്ടല്ലേ. നിങ്ങളെല്ലാരും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. എടി ഈ അലക്കല്ലാമ പുറമൊക്കെ നോത്തില്ലേടി? അതിന് ആ സമയത്ത് ആരാണ് ഇന്ന് ഓല് വരച്ചിലൊക്കെ അറിയാൻ പോണേ. ഓ, അന്നേരം അറിയാത്തതിന്റെ ഇപ്പൊ അറിയണത്. ഇവന്റെ അടുത്ത് ഈ ബന്ധം വേണ്ട വേണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞാണ്. യവനെക്കാട്ടി വലുതാണ് അവൾക്ക് ആ രുക്മിണി. യവൻ കെട്ടിയാലും ആ രുക്മിണിയെ കളഞ്ഞ് വാസന്തി വരാനൊന്നും പോണില്ല. അപ്പൊ യവ അവിടെ പോയി താമസിക്കേണ്ടി. എടാ, അച്ചി വീട്ടിലെ നായര് എച്ചിക്കുഴി പട്ടി രണ്ടും കണക്കാണ്. അപ്പൊ നിന്റെ അയലോക്കാരായിരിക്കും ഈ അമ്മണിപ്പിള്ള. നിനക്ക് അവിടെ വല്ല വിലയും കാണും. നിനക്ക് ആ വേലിയിൽ നിന്ന് 10 ലടുത്ത് അവന്റെ മുതുകൊളൊക്കെ അറിഞ്ഞു കൊടുത്തോട്ടെ. എനിക്കൊന്നും വേണ്ട, കൊണ്ടുപോ. ഞാനൊന്ന് ആനതാ, പക്ഷെ അപ്പൊ അവള് വന്നു. അവന്റെ പെണ്ണുമുള്ള ഈ മര്യാദ അവൻ കാണിച്ചില്ലല്ലോ. അവൻ തൊലയണോടാ, അവനെ തൊലിക്കണം. ഞാനുണ്ടാ കൂടെ. ആരും കൂടെ വേണ്ട, ഒറ്റയ്ക്ക് തീർത്തോളാം. അങ്ങനത്തെ കേസാ. യവനും ഉണ്ടല്ലോ 2 മുഴം കൈ ഒരു ആത്മാവും. നീ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അവനിപ്പോ ഓരോരുത്തർക്കിട്ടും വേല വന്നോണ്ടിരിക്കുകയാണല്ലേ. എൻ്റെ തലയിലോ തൊപ്പിയൊന്ന് കയറിക്കോട്ട്, അവനെ ഞാൻ വേറെ പെടുത്തിക്കോളാം. അല്ല പൊടിയാ, നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോണ്? നമുക്ക് ആറ്റിങ്ങി നാളിനെ ഇറക്കിയല്ല. എന്നെ ചിറ്റപ്പൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അവിടുത്തെ ഭയങ്കര റൗഡിയാണ്. അങ്ങനെ പുറത്തുനിന്ന് റൗഡി വേണ്ട. പൊടിയന് കിട്ടിയത് പൊടിയൻ തന്നെ കൊടുക്കും. അവിടെ കഴിച്ച താലി കയറുന്നതിന് അമ്മണിപ്പിള്ളക്ക് ആട്ടി കൊടുത്തിരിക്കും. ഇടപെട്ട് നിങ്ങളെ കല്യാണം നടത്തരാന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പൊ പിന്നെ അത് വേണോ? ഇടപെട്ട് കല്യാണം നടത്തി തരാൻ അങ്ങനെ ആറാ എന്റെ തന്തയോ? ഇവൻ പണ്ടേ പേടിച്ചൂറിയാണ്. ആ അമ്മണി പിടിച്ച് മൂക്കി കയറ്റുന്നതാണ് എൻ്റെ വിചാരം. പോളെ അളിയാ, അവന്റെ കവാലം അറിഞ്ഞു പിരിക്കണോടാ. എന്റെ സുശീലെ കൊണ്ട് ഒരുത്തിന് കൊടുത്തവനാണ്. അവൻ അറിഞ്ഞു പിരിക്കണം. പന്ന പട്ടി. അവനെടുത്തോളാം ഞാൻ. നീ ചെയ്തതാ ഇത് ശരി. നീയായിട്ട് അതങ്ങ് നടത്തി കൊടുത്താ അതിന്റെ പുണ്യം നിനക്ക് കിട്ടും. ഓ, നമുക്ക് കൂലിയൊന്നും വേണ്ട. കാര്യങ്ങൾ ഭംഗിയായിട്ട് നടന്നാൽ മതി. മോതിരം മാറാൻ വരൂലെന്ന് പറഞ്ഞിരുന്നാണ്. ആ തള്ള കിടന്ന് കാല് പിടിച്ചിട്ട് കൊടുക്കാൻ സമ്മതിച്ചു. അവനും അഭിമാനിയാ. അല്ല, അവൻ കാളടിച്ച് നടക്കല്ലേ. അവനെ കൊണ്ട് വേല ചെയ്ത് കുടുംബം പോറ്റാനൊക്കെ പറ്റും. കുടുംബത്ത് വകയുണ്ടല്ലോ. ആ, പിന്നെ പെണ്ണു പിടിക്കുക. അവളൊരു മൂക്ക് ഇറങ്ങിടും. ശരിയാ.
ഇങ്ങോട്ടൊന്നാണ് ഇതവിടെ വിളക്കുന്നത്. ഇതങ്ങ് ചേർത്ത് വെച്ചാണ്. ആ എല്ലാവരും കിടക്കും തള്ളാതെ നീങ്ങിയെന്നാണ്. അമ്മ വന്നാണ്. തൊട്ടനുഗ്രഹം മേടിച്ചു. ഭരണം മൊത്തം അവനാണല്ലോടാ. ഇതൊന്ന് കഴിഞ്ഞോട്ട് അച്ഛമ്മ രണ്ട് കാലം തൊട്ട്. ഇനി അമ്മ. ഇനി ചെറുക്കം വന്നാണ്. കിഴക്കോട്ടില്ലടേ, കിഴക്കും പടിഞ്ഞാറേത്തിനൊക്കെ. ചെറുണ്ട ചമന്നാണി ഇങ്ങോട്ട് തള്ളണേ, മാറില്ലേ? ഞാൻ വിളിച്ചിട്ട് വന്നേണ്. ആര് വിളിച്ചിട്ടാണെങ്കിലും ഒരു വകുതിരൊക്കെ വേണം. പിടിച്ചാണ് കൈ നീട്ടി കൈതാ. ചടങ്ങിന് സമയമായിട്ടില്ല. ഇതിനേക്കാ വലിയ ചടങ്ങൊക്കെ കഴിഞ്ഞ്. പിന്നെ എനിക്ക് അവളെ കൂടെ പറപ്പിക്കാൻ ആരെ ഔദാര്യം ഒന്നും വേണ്ട. അപ്പൊ എവക്ക് വാശി കഴുത്ത താലി കയറിയല്ല എന്റെ വീട്ടിൽ വന്ന് കയറുള്ളൂ. നീ കല്യാണത്തിന്റെ സമയം പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി, ഞാൻ വന്ന് കെട്ടിക്കോളാം. നിങ്ങക്ക് എന്തോത്തിന്റെ കേട്? എവിടെ പോയാലും കിടന്നങ്ങ് ഭരിക്കണം. എന്തേ ഞാൻ കാര്യമില്ലേ പറഞ്ഞു തന്നെ വേണ്ടടുത്തുള്ള കാര്യം പറച്ചിലും മതി കേട്ടാ. എല്ലായിടത്തും കയറി കാര്യം പറയാൻ നിൽക്കല്ലേ, വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്.